അയ്യോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൽ ഇന്ന് വീക്കിലി അനാലിസിസ് ആണ് അല്ലേ. നമ്മുടെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ ആലപ്പുഴയിൽ വെച്ച് നടത്തിയ സെമിനാർ വൻ വിജയമായിരുന്നു. വൻ വിജയം എന്ന് വെച്ചാൽ നല്ല വിജയമായിരുന്നു. പങ്കെടുത്തവർക്കെല്ലാം അവരുടെ കുറേ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റി. പലവിധ സംശയങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉള്ളതിൽ എനിക്ക് ഭയങ്കര ആശ്ചര്യമായിരുന്നു. കാരണം അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ന്യായം പാലിക്കുക. അവിടെ ഞാൻ പറഞ്ഞത് ന്യായം പാലിക്കുക എന്നുള്ളതാണ്. അപ്പം ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. പലവിധ ഡിസ്കഷൻസ് നടന്നു. എനിവേ എന്തായാലും ഒരു നല്ല ഇനിഷ്യേറ്റീവായിരുന്നു. എല്ലാവരും കണ്ടു. നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്ത് പറഞ്ഞതിനേക്കാൾ സമയം പിന്നെയും കുറച്ചുകൂടെ നീണ്ടുപോയി. എങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നിങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞു വിടാൻ എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഓക്കെ, ഇത് വീണ്ടും തുടരുക. പക്ഷേ ഇനി ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് ഞാൻ ഇനി നിൽക്കുകയില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. കാരണം ലാസ്റ്റ് മൊമെൻ്റ് വരെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ രജനീഷ് ഭായിയോടാണ്. ആലപ്പുഴയിലുള്ള രജനീഷ് ഭായി ആണ് ഇത് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. പുള്ളി ഒരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടാക്സ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ITR ഫയൽ ചെയ്യണമെങ്കിലും അല്ല വേറെ എന്തെങ്കിലും ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളി അത് ദൂരീകരിച്ച് തരും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് നമ്മളെ ആലപ്പുഴയിൽ എല്ലാ കാര്യത്തിനും സഹായിച്ചത്. അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ അദ്ദേഹത്തോട് പറയുന്നു. അങ്ങനെ നമുക്ക് നല്ലൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനാദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ നിങ്ങളോട് എല്ലാവരോടും സഹകരിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും ഞാനിനി ഇങ്ങനെയുള്ള കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല. നിങ്ങൾ പലരും പറഞ്ഞു അവരുടെയൊക്കെ ക്ലാസ് വേണം. ബട്ട് ഞാൻ ഇനി അങ്ങനെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു ക്ലാസ് എനിക്ക് അതിന് താല്പര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങളുടെ ഏരിയയിൽ അങ്ങനെ ക്ലാസ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പം അതിനെപ്പറ്റി ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിലേക്ക് വരാം. ഓക്കെ, വീക്കിലി അനാലിസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ലൊരു പൊട്ടൽ മാർക്കറ്റിൽ കണ്ടു അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ വീക്കിലി അനാലിസിസ് നമ്മളുടെ സെമിനാറിൽ ലൈവായിട്ട് നമ്മൾ ചെയ്തു. അവർക്കെല്ലാം അത് കാണണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ലൈവായിട്ട് വീക്കിലി അനാലിസിസ് നമ്മൾ ലൈവായിട്ട് നമ്മുടെ സെമിനാറിൽ ചെയ്തു. അതിൻ്റെ ബാക്കി പത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിവിടെ ഒരു 3 ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ഇത്, സെക്കൻഡ് ട്രെൻഡ് ലൈന് ഇത്, മൂന്നാമത്തെ ട്രെൻഡ് ലൈൻ ഇത്. നിങ്ങളുടെ നിങ്ങളുടെ ചാർട്ടിൽ നിന്ന് വരച്ചിടുക കേട്ടോ. 3 ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് റെസ്പെക്റ്റ് ചെയ്ത് എവിടം വരെ പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ഇതാണ്. ഒരു ഡൗൺ ട്രെൻഡ് ആണ്. നമ്മൾ നിലവിൽ ഒരു ഡേ ക്യാൻഡിൽ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ആ ഡൗൺ ട്രെൻഡ് എവിടം വരെ വരും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ 3 ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിട്ടതിന് ശേഷം ബാക്കി കാര്യം ഞാനിപ്പോൾ പറയാം. ഓക്കെ, ഇത് ഓൾറെഡി അവിടെ ഞാൻ ക്ലാസ് എടുത്തപ്പം അവിടെ വരച്ച് കാണിച്ചതാണ്. അപ്പം ഇതിനകത്തിൽ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടെന്ന് പറയുന്നത് 22,721 അവിടെയാണ് ഓൾറെഡി മാർക്കറ്റ് ഇപ്പം സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ സപ്പോർട്ട് പൊട്ടി താഴെ പോയാൽ അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 22,500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിരിക്കും. എന്ന് ഞാൻ പറഞ്ഞു. 22,500. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വന്നാൽ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സാധ്യതയുണ്ട്. ഇത് പൊട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് 22,000. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് നമുക്ക് ഡൗൺ സൈഡിലോട്ട് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്, വീക്ക്ലി ബേസിസിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മുകളോട്ടാണെന്നുണ്ടെങ്കിൽ ധാരാളം റെസിസ്റ്റൻസ് മുകളോട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ 23,800 പോയാൽ 23,800 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. മുകളോട്ട് ഏതെങ്കിലും കാരണവശാൽ ഒരു അപ് ട്രെൻഡ് വന്നാൽ
അപ്പം അത് നമുക്ക് ഇൻട്രാഡേ ലെവൽ നോക്കുക. ഏതായാലും ഇപ്പോൾ ഒരു ടോപ്പ് ലെവലിൽ ഇങ്ങനെ വരച്ചിടുക. അതിനുശേഷം ഇൻട്രാഡേ ലെവലിൽ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ കിട്ടും. കാരണം ഇപ്പോൾ ഡേ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു സപ്പോർട്ട് 22,721, 22,500, പിന്നെ 22,000. ഈ 3 സപ്പോർട്ടുകളാണ് നമുക്ക് മേജറായിട്ടുള്ളത്. US മാർക്കറ്റ് നല്ല രീതിയിൽ പൊട്ടി നിൽക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമുക്ക് അത്ര സുഖകരമായിരിക്കത്തില്ല ഓപ്പണിങ്. അപ്പം ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. കാരണം എന്താണ് 2 ദിവസം സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനകത്ത് എന്തൊക്കെ കോളിളക്കങ്ങൾ സംഭവിക്കുന്നുള്ളത് നമ്മൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ചുമ്മാ മുന്നേ കൂട്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഇൻട്രാഡേയിലോട്ട് വരാം. ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരുമ്പോൾ കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി കുറേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഓൺലൈനില്ല നമ്മൾ ക്ലാസ് എടുത്തപ്പം അപ്പോൾ തന്നെ അവിടെ വരച്ച് കാണിച്ചായിരുന്നു. നമുക്ക് റേഞ്ച് ഉള്ളത് ഇതാണ് 22,721 ഒരു മേജർ സപ്പോർട്ടും, മുകളിലത്തെ റേഞ്ച് എന്ന് പറയുന്നത് 22,821 ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചാണ്. 100 പോയിൻ്റ്, അതായത് നമുക്കിത് ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, ഒരു 100 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് എവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ആ സൈഡിലോട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ, ഇത് പൊട്ടിയാൽ നല്ലപോലെ പൊട്ടും. 721 പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 5, 10, 15 മിനിറ്റ് ഇതിന് താഴെ നിന്നാൽ ചിലപ്പം അത് 22,500 വരെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഓക്കെ, മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പം നിങ്ങൾ പ്രത്യേകിച്ച് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് 2 ദിവസം കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടക്കാൻ പോകുന്നത്, ട്രംപിൻ്റെ ഭയം എന്തൊക്കെ വീഴും, ആരെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാടി കയറി ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. മുകളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ധാരാളം റെസിസ്റ്റൻസ് ഉണ്ട്, ധാരാളം. ഇതിനെയൊക്കെ ഭേദിച്ച് വേണം നിഫ്റ്റി മുകളിലോട്ട് പോകാൻ. അപ്പം ഇത് ഓൾറെഡി വരച്ചിട്ടില്ല, നിങ്ങളിത് വരച്ചിടുക. നിങ്ങളുടെ ഇതിൽ വരച്ചിട്ട് ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈവിൽ വരച്ച് കാണിച്ചുകൊണ്ട് പിന്നെ ഇനി അതിൻ്റെ പുറത്തിട്ട് വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. 22,923, 22,922, 22,923, 22,992, 23,049, 23,141 ഇതൊക്കെയാണ് ലെവലുകൾ. പിന്നെ 23,237 ഇത്രയൊക്കെ ലെവലുകളുണ്ട്. ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ഓൾറെഡി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അവിടെ സെമിനാറിൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങളോടും ജസ്റ്റ് വരച്ചുകൊണ്ടോട് പിന്നെ ഇനിയും വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം തൽക്കാലം നിങ്ങൾ ഈ ആഴ്ചത്തെ ഈ സംഭവം നിങ്ങളുടെ ചാർട്ടിനതിൽ ഈ ലെവലുകളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്തിടുക. എന്തായാലും മാർക്കറ്റ് അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിൽ ഞാൻ വോയിസ് ഇടാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ പോസ്റ്റാം. നിലവിൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ അങ്ങോട്ട് നിൽക്കട്ടെ. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട്. അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലാണ്. മാർക്കറ്റ് എങ്ങോട്ട് സഞ്ചരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മുടെ സെമിനാറിന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരുമായിട്ട് സംവദിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ കേൾക്കാനും പറയാനും വരയ്ക്കാനും തമാശ പറയാനും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു. ഓക്കെ, ഇനിയും ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു.